ഡിജിറ്റൽ മാർക്കറ്റിംഗ് പഠിച്ചു കഴിഞ്ഞാൽ ഫ്രീലാൻസിങ് ചെയ്യണോ അതോ ഏജൻസിയിൽ ജോലിക്ക് കയറണോ? ഇതിലേതാണ് കൂടുതൽ പണം തരുന്നത്? എൻ്റെ അടുത്ത് വരുന്ന ഭൂരിഭാഗം പേരും ചോദിക്കുന്ന ഒരു ചോദ്യമാണിത്. ഇന്ന് ഇതിനെ കുറിച്ചിട്ടുള്ള വസ്തുതകളും ഈ രണ്ട് മേഖലകളിൽ നിന്ന് നിങ്ങൾക്ക് ഉണ്ടാക്കാൻ സാധിക്കുന്ന ഏകദേശ വരുമാന കണക്കുകളും ഒരു കരിയർ കെട്ടിപ്പടുക്കാൻ സഹായിക്കുന്ന ചില അത്യാവശ്യ സൗജന്യ ടൂളുകളുമാണ് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാനായിട്ട് പോകുന്നത്. ഇന്ന് ഇതിനെ കുറിച്ചുള്ള വസ്തുതകളും ഈ രണ്ട് മേഖലകളിൽ നിങ്ങൾക്ക് ഉണ്ടാക്കാൻ സാധിക്കുന്ന ഏകദേശ വരുമാന കണക്കുകളും ഒരു കരിയർ കെട്ടിപ്പടുക്കാൻ സഹായിക്കുന്ന ചില അത്യാവശ്യ സൗജന്യ ടൂളുകളും ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാൻ വേണ്ടി പോവാണ്. ഈ രണ്ട് മേഖലകളിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഉയർന്ന വരുമാനം നേടാൻ എന്തുകൊണ്ടാണ് ഡിജിറ്റൽ മാർക്കറ്റിംഗ് തന്നെ തിരഞ്ഞെടുക്കേണ്ടത് എന്ന് നമ്മൾക്ക് നോക്കാം. ഇന്നത്തെ കാലത്ത് ഏതൊരു ബിസിനസിന്റെയും നിലനിൽപ്പ് ഓൺലൈൻ സാന്നിധ്യത്തെ ആശ്രയിച്ചിട്ടാണ്. പരമ്പരാഗത മാർക്കറ്റിംഗ് രീതികളിൽ നിന്ന് ബജറ്റുകൾ പൂർണ്ണമായും ഡിജിറ്റൽ പരസ്യങ്ങളിലോട്ടേക്ക് മാറിക്കഴിഞ്ഞു. മറ്റ് പ്രൊഫഷണലുകളിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഒരു കമ്പനിയുടെ സെയിൽസിനെയും റവന്യൂവിനെയും നേരിട്ട് സ്വാധീനിക്കുന്ന ഒന്നാണ്. അതായത് ഒരു ബിസിനസ്സിന് കസ്റ്റമേഴ്സിന് നൽകാൻ നിങ്ങൾക്ക് സാധിച്ചാൽ അവർ സന്തോഷത്തോടെ അതിന്റെ ഒരു പങ്ക് നിങ്ങൾക്ക് പ്രതിഫലമായിട്ട് തരും. അതുകൊണ്ട് തന്നെയാണ് ഏജൻസി ആയാലും ഫ്രീലാൻസിങ് ആയാലും ഇതിന് വരുമാന സാധ്യതകൾ വളരെ കൂടുതലായിരിക്കുന്നത്. ഒരു കാര്യം ഞാൻ ആദ്യം തന്നെ വ്യക്തമാക്കാം, ഇതിൽ ഏതാണ് നല്ലത് എന്ന് ചോദിച്ചാൽ അതിനുള്ള ഉത്തരം നിങ്ങളുടെ വ്യക്തിപരമായ സാഹചര്യങ്ങളെ ആശ്രയിച്ചിട്ടായിരിക്കും ഉണ്ടാവുക. ഈ രണ്ട് മേഖലകൾക്കും അതിൻ്റെതായിട്ടുള്ള നല്ല വശങ്ങളുണ്ട്. ആദ്യം നമുക്ക് ഫ്രീലാൻസിങ് നോക്കാം. നിങ്ങൾക്ക് വീട്ടിൽ നിന്നും പുറത്തു പോയിട്ട് ജോലി ചെയ്യാൻ സാഹചര്യം ഇല്ലാത്ത ഒരാളാണ് നിങ്ങളെങ്കിൽ ഫ്രീലാൻസിങ് നിങ്ങൾക്ക് നല്ലൊരു ചോയ്സ് ആണ്. സ്വന്തം സൗകര്യത്തിന് വീട്ടിലിരുന്ന് തന്നെ ലോകത്തിന്റെ ഏത് കോണിലുള്ള കസ്റ്റമേഴ്സുമായിട്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് നല്ല വർക്ക് എടുക്കാനായിട്ട് സാധിക്കും. ഇന്ന് AI ടൂളുകൾസ് ഉള്ളത് കൊണ്ട് തന്നെ വളരെ വേഗത്തിൽ മികച്ച ക്വാളിറ്റിയിൽ തന്നെ നിങ്ങൾ കൂടുതൽ ക്ലയന്റുകൾക്ക് വേണ്ടിയിട്ട് വർക്ക്സ് ചെയ്ത് കൊടുക്കാനായിട്ട് പറ്റും. എസ്റ്റിമേറ്റഡ് ഇൻകം നിങ്ങൾക്ക് ഇതിൽ ഉണ്ടാക്കാൻ വേണ്ടി പറ്റുന്നത് ഒരു തുടക്കക്കാരനാണെങ്കിൽ ഫ്രീലാൻസിങ്ങിലൂടെ മാസത്തിൽ 20,000 മുതൽ 50,000 വരെ നിങ്ങൾക്ക് ഉണ്ടാക്കാനായിട്ട് പറ്റും. ഇനി എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരാളാണെങ്കിൽ പുറമേയുള്ള കുറച്ച് ക്ലയന്റുകളൊക്കെ നിങ്ങൾ കൈകാര്യം ചെയ്യാൻ തുടങ്ങിക്കഴിഞ്ഞാൽ ഇതിന് വരുമാന പരിധിയില്ല. മാസത്തിൽ 1.5 ലക്ഷം മുതൽ 4 ലക്ഷത്തിന് മുകളിൽ വരെ നിങ്ങൾക്ക് ഇതിലൂടെ ഉണ്ടാക്കാനായിട്ട് പറ്റും. ഇനി ഏജൻസി ജോലിയുടെ കാര്യം നമുക്ക് നോക്കാം. നിങ്ങൾക്ക് ലീഡർഷിപ്പ് സ്കിൽസ് വളർത്തണമെങ്കിൽ, ഒരു വലിയ ടീമിനെ എങ്ങനെ മാനേജ് ചെയ്യാമെന്ന് പഠിക്കണമെങ്കിൽ, അല്ലെങ്കിൽ ഒരു കമ്പനിയിലെ വർക്ക് സിസ്റ്റം എങ്ങനെയാണ് പോകുന്നതെന്ന് അറിയണമെങ്കിൽ ഏജൻസി ജോലിയാണ് ഏറ്റവും മികച്ചത്. അവിടെ വലിയ ബ്രാൻഡുകളുമായിട്ട് നേരിട്ട് നിങ്ങൾ വർക്ക് ചെയ്യാനും നല്ലൊരു ടീമിനെ മെന്റർഷിപ്പ് നൽകാനും നിങ്ങൾക്ക് സാധിക്കും. ഇനി ഇതിൽ കൂടെ നിങ്ങൾക്ക് ഉണ്ടാക്കാൻ വേണ്ടി പറ്റുന്ന ഒരു എസ്റ്റിമേറ്റഡ് ഇൻകം എന്ന് പറയുന്നത് ഒരു ഫ്രഷർക്ക് ഇന്ത്യയിൽ ഒരു ഏജൻസിയിൽ ശരാശരി 15,000 മുതൽ 30,000 വരെയാണ് തുടക്കം ശമ്പളം ഉണ്ടാവുന്നത്. 2-3 വർഷം എക്സ്പീരിയൻസ് ഉള്ളവർക്കാണെങ്കിൽ 50,000 മുതൽ 1 ലക്ഷം വരെ ലഭിക്കാം. ഇനി വളരെ സീനിയർ അല്ലെങ്കിൽ ലീഡർഷിപ്പ് പൊസിഷനിൽ എത്തുമ്പോൾ നിങ്ങൾക്ക് ഒരു 1.5 ലക്ഷം മുതൽ 3 ലക്ഷത്തിന് മുകളിൽ വരെ പ്രതിമാസം ശമ്പളം ലഭിക്കാറുണ്ട്. ഇനി ഹൈബ്രിഡ് അപ്രോച്ച് എങ്ങനെയാണെന്നുള്ളത് നമുക്ക് നോക്കാം. ഇനി നിങ്ങൾക്ക് നല്ലതുപോലെ സമയം കണ്ടെത്താൻ സാധിക്കുമെങ്കിൽ രണ്ടും ഒന്നിച്ച് കൊണ്ടുപോകാനായിട്ട് പറ്റും. പകല് നിങ്ങൾക്ക് ഏജൻസിയിൽ വർക്ക് ചെയ്ത് അറിവ് നേടാനായിട്ട് പറ്റും. വൈകുന്നേരങ്ങളിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഫ്രീ ടൈമിൽ നിങ്ങൾക്ക് വരുമാനം ഉണ്ടാക്കാനായിട്ട് ഈ പറഞ്ഞിരിക്കുന്ന പ്രോജക്ട്സുകൾ എടുത്ത് ഫ്രീലാൻസിങ് വർക്ക്സും ചെയ്യാം. ഇനി നിങ്ങൾക്ക് വലിയ ക്ലയന്റുകളെ കണ്ടെത്താനും മികച്ച രീതിയിൽ വർക്ക് ചെയ്യാനും സഹായിക്കുന്ന കുറച്ച് അത്യാവശ്യ ടൂൾസ് ഞാൻ കാണിച്ചു തരാം. ക്ലയന്റുകളെ കണ്ടെത്താൻ വേണ്ടിയിട്ട് ലിങ്ക്ഡിനും അപ്വർക്കും യൂസ് ചെയ്യാം. പ്രൊഫഷണൽ ക്ലയന്റുകളെ കണ്ടെത്താൻ ലിങ്ക്ഡിൻ പ്രൊഫൈൽ ഒപ്റ്റിമൈസ് ചെയ്യുക. കുറച്ച് നല്ല ഫ്രീലാൻസിങ് പ്രോജക്റ്റുകൾക്കായിട്ട് അപ്വർക്ക് പോലത്തെ പ്ലാറ്റ്ഫോംസ് നിങ്ങൾക്ക് യൂസ് ചെയ്യാം. ഇനി Hunter.io എന്ന് പറഞ്ഞിട്ടുള്ളൊരു പ്ലാറ്റ്ഫോം ഉണ്ട്. കമ്പനീസിലെ പ്രധാന വ്യക്തികളുടെ ഇമെയിൽ ID കണ്ടെത്താനും അവരുമായിട്ട് നേരിട്ട് ബന്ധപ്പെടാനും ഈ ഒരു ടൂള് നിങ്ങളെ സഹായിക്കും. സ്ട്രാറ്റജിയും സോഷ്യൽ മീഡിയ ഒപ്റ്റിമൈസേഷനും വേണ്ടിയിട്ട് ആൻസർ ദ പബ്ലിക്, ഗൂഗിൾ കീവേഡ് പ്ലാനർ പോലത്തെ ടൂൾസ് യൂസ് ചെയ്യാം. ഇത് നിങ്ങളെ ആളുകൾ ഗൂഗിളിൽ തിരയുന്ന കാര്യങ്ങൾ മനസ്സിലാക്കി മികച്ച രീതിയിൽ കണ്ടന്റ് സ്ട്രാറ്റജി ഉണ്ടാക്കാനായിട്ട് സഹായിക്കും. ഇനി നോഷനും അതേപോലെ തന്നെ ഗൂഗിൾ ഷീറ്റ്സും ഒക്കെ നിങ്ങൾക്ക് കണ്ടന്റ് കലണ്ടേഴ്സ് ഉണ്ടാക്കാനും അതേപോലെ പ്ലാൻ ചെയ്യാനും കണ്ടന്റ് പ്ലാൻ ചെയ്യാനും ഒക്കെ വളരെ ഈസി ആയിട്ട് യൂസ് ചെയ്യാൻ വേണ്ടി പറ്റുന്ന ഒരു ടൂളാണിത്. ഇനി അടുത്തത് ക്യാമ്പയിൻ പ്ലാനിങ്ങിനും വെബ്സൈറ്റ് ഡെവലപ്മെന്റിനും വേണ്ടിയിട്ടുള്ളതാണ്. വേർഡ്പ്രസ്സും എലമെന്റേഴ്സും കോഡിംഗ് ഇല്ലാതെ തന്നെ മികച്ച രീതിയിൽ ലാൻഡിംഗ് പേജുകൾ നിങ്ങൾക്ക് വെബ്സൈറ്റുകൾ ക്രിയേറ്റ് ചെയ്യാനായിട്ട് എലമെന്റർ പ്ലഗിൻ നിങ്ങളെ സഹായിക്കും. അത് മാത്രമല്ല വേറെയും ഒരുപാട് AI ടൂൾസ് ഉണ്ട്. മിനിറ്റുകൾക്കുള്ളിൽ തന്നെ നിങ്ങൾക്ക് വെബ്സൈറ്റ് ഡെവലപ്പ് ചെയ്ത് തരുന്നവ. ഇനി ആഡ് ക്രിയേറ്റീവ്സും കോണ്ടന്റ്സ് ഒക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് ക്യാൻവ, ക്യാപ്കട്ട് അതുപോലെ വേറെയും ഒരുപാട് AI ടൂൾസ് ഉണ്ട്. അതൊക്കെ നിങ്ങൾക്ക് യൂസ് ചെയ്യാനായിട്ട് പറ്റുന്നതാണ്. ChatGPT പോലത്തെ അല്ലെങ്കിൽ ക്ലൗഡ് പോലത്തെ ടൂൾസ് നിങ്ങൾക്ക് യൂസ് ചെയ്തിട്ട് സോഷ്യൽ മീഡിയ സ്ട്രാറ്റജീസ് കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഉണ്ടാക്കാനായിട്ട് സാധിക്കും. ഇനി ഇതിലൊരു ചെറിയ ടിപ്പ് ഞാൻ തരാം. നിങ്ങളിപ്പോൾ ഒരു കോഴ്സ് പഠിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ ഈ സമയത്ത് തന്നെ നാട്ടിലെ ഏതെങ്കിലും ബേക്കറിയിലോ അല്ലെങ്കിൽ നിങ്ങളുടെ ഏതെങ്കിലും ഫ്രണ്ട്സിന്റെ ബിസിനസ്സോ
നിങ്ങൾ ചെറിയ പൈസക്ക് ഫ്രീലാൻസിങ് വർക്ക്സ് എടുത്ത് ചെയ്ത് തുടങ്ങാനായിട്ട് നോക്കുക. ഇതുവഴി കോഴ്സ് കഴിയുമ്പോഴേക്കും നിങ്ങളുടെ കയ്യിൽ കാണിക്കാൻ നല്ലൊരു പ്രോജക്റ്റ് അല്ലെങ്കിൽ പോർട്ട്ഫോളിയോ ഉണ്ടായിട്ടുണ്ടാവും. സോ ആ ഒരു പോർട്ട്ഫോളിയോ നിങ്ങളൊരു ഇന്റർവ്യൂവിന് പോകുന്ന സമയത്തോ അല്ലെങ്കിൽ ഫ്രീലാൻസിങ് ക്ലയൻസിനെ പിടിക്കുന്ന സമയത്തോ വലിയൊരു പ്ലസ് പോയിന്റ് തന്നെയായിരിക്കും. അപ്പോൾ ഇത്തരം ടൂളുകൾ എങ്ങനെ കൃത്യമായി ഉപയോഗിക്കണമെന്നും പ്രാക്ടിക്കൽ പ്രോജക്റ്റുകളിലൂടെ ഡിജിറ്റൽ മാർക്കറ്റിംഗ് എങ്ങനെ പഠിക്കണമെന്നും എൻട്രിയുടെ കോഴ്സിലൂടെ നിങ്ങൾക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റും. ഇൻഡസ്ട്രി എക്സ്പേർട്ടുകളുടെ ലൈവ് മെന്റർഷിപ്പും 100% പ്ലേസ്മെന്റ് അസിസ്റ്റൻസും ഇതിലൂടെ നിങ്ങൾക്ക് ലഭിക്കുന്നുണ്ട്. കൂടുതൽ വിവരങ്ങൾ അറിയാൻ വേണ്ടിയിട്ട് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കാണുന്ന ലിങ്കിൽ ഒന്ന് ക്ലിക്ക് ചെയ്തോ. അത് മാത്രമല്ല, ഇനിയും നിങ്ങളുടെ വർക്ക്സിനെയും നിങ്ങളുടെ ഫ്രീലാൻസിങ് വർക്ക്സിനെയും നിങ്ങളുടെ എല്ലാ കാര്യങ്ങളും ഡിജിറ്റൽ മാർക്കറ്റിംഗ് റിലേറ്റ് ചെയ്തിട്ടുള്ള എല്ലാ കാര്യങ്ങളും സഹായിക്കുന്ന ടൂൾ കിറ്റ് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ അതിനൊരു ഗൈഡ് ഞാൻ തയ്യാറാക്കിയിട്ടുണ്ട്. അത് ആവശ്യമുള്ളവർ AI എന്ന് കോമെന്റ് ചെയ്യുക. സോ അവർക്ക് ഞാൻ ആ ലിങ്ക് ഷെയർ ചെയ്ത് തരാം. വീഡിയോ ഉപകാരപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ഷെയർ ചെയ്യാനായിട്ട് മറക്കരുത്. അത് മാത്രമല്ല, അതിനു മുമ്പ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കാം. സോ സീ യു ഇൻ ദ നെക്സ്റ്റ് വീഡിയോ. താങ്ക് യു.